അന്ന് രാത്രി സായിക്ക് എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ? വേണം സർ. ഒരിക്കൽ കൂടി ഒരു 10 മിനിറ്റ് ഈ മുറിയിൽ തനിച്ച് കഴിയാൻ സാധിച്ചാൽ അത് മനസ്സിലാവും. ധൈര്യമായിട്ട് പോകും. പേടിയാണ്. സോറി സർ. ചാക്കോ, ശങ്കരേട്ടാ, ഡോക്ടർ, ആർ യു റെഡി? ദേവസ്വം എന്ന് പറയുന്നു, നോക്കുന്നോ? അപ്പൊ ഒരു 10 മിനിറ്റ് നേരം ആ മുറിയിൽ ഒറ്റയ്ക്കിരിക്കാൻ ധൈര്യമുള്ളവരാരും ഈ കൂട്ടത്തിലില്ല. വാ, ആ കുഞ്ഞിനെന്ത് ധൈര്യമാ കുടുംബ ഇവിടെ മിടുക്കി. നിന്റെ ധൈര്യം ഇവിടെയുള്ളവർക്കാർക്കും ഇല്ലാതെ പോയല്ലോ. പോമ, ഈ സംഭവത്തിൽ നിന്ന് സായിക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല സർ. Then it needs explanation. സായി ഇതിനു മുമ്പ് പ്രേതത്തെ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും സൂപ്പർ നാച്ചുറലിന്റെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല സർ. പിന്നെ ഒരിക്കലും കാണാത്തതോ മനസ്സിലാക്കാത്തതോ ആയ ഒന്നിനെ എങ്ങനെ തോൽപ്പിക്കും? സായി എന്ന് തോൽപ്പിക്കാൻ ശ്രമിച്ചത് സായിയുടെ മനസ്സിന്റെ അടിത്തട്ടിലുള്ള ഭൂതപ്രേതാദികളെ കുറിച്ചുള്ള ഓർമ്മകളെയും ഭയങ്ങളെയും. ഈ മുറിയെന്ന് വേണ്ട, ജസ്റ്റ് എനി റൂം. നമ്മൾ സ്ഥിരമായി കിടന്നുറങ്ങുന്ന ബെഡ്റൂമിനെ ചൂണ്ടി കാപ്പറയെ പോലൊരാൾ ഈ രാത്രി ഈ മുറിയിൽ ഒറ്റയ്ക്ക് കഴിയാമോ എന്ന് ചോദിച്ചാൽ ആരായാലും ഒന്ന് ഞെട്ടും. പിന്നെയല്ലേ ഭൂതപ്രേതാദികളുടെ ആവാസ സ്ഥലമെന്ന് ഈ വീട്ടുകാർ തന്നെ പ്രചരിപ്പിച്ചിരിക്കുന്ന ആ മുറി ചെന്ന് കിടക്കുന്നത്. കിടുകിടയല്ല, അടിമുടി വരയ്ക്കും. ഒരു ചാലഞ്ചിനും ആ ഭയത്തെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. മുറിയിൽ കിടന്നതും സായി സംഭരിച്ചു വെച്ച ധൈര്യം എല്ലാം ചോർന്നുപോയി.
ഭയം നിങ്ങളെ കീഴടക്കി. പിന്നെ ഒരൊറ്റ ചിന്തയുള്ളൂ, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക. ഒച്ച വച്ച ആളെ കൂട്ടാനോ വന്ന വാതിലൂടെ പുറത്തു പോകാനോ അഭിമാനമുള്ള നിങ്ങളുടെ ബോധമെന്ന് സമ്മതിച്ചില്ല. പക്ഷെ ആകത്തൊട്ട് നിൽക്കാനും വയ്യ. യു ആർ ഇൻ എ സെൽഫ് ഹിപ്നോട്ടൈസിംഗ് സ്റ്റേജ്. പിന്നെ നിങ്ങളെ നിയന്ത്രിച്ചത് മുഴുവൻ നിങ്ങളുടെ ഉപബോധ മനസ്സാണ്. അതുകൊണ്ടാണ് മുറിയിൽ നിന്ന് രക്ഷപ്പെട്ടതും തൊഴുത്തിൽ പോയി കിടന്നതൊന്നും നിങ്ങളുടെ ബോധ മനസ്സ് ഓർക്കാത്തത്. സായി എന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? കം. സായി, ആ വാതിൽ കണ്ടു? യെസ് സർ. ആ വാതിൽ തുറന്നതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇല്ല. ഈ വാതിൽ തുറന്നാണ് സായി എന്ന് പുറത്തേക്ക് പോയത്. വരൂ. ദാ, ഇതിലൂടെ ഇറങ്ങി ഓട് വഴി രക്ഷപ്പെടുകയായിരുന്നു. അതിനിടെ എവിടെയോ കാല് തട്ടിമുറി. ഒരു ഹിപ്നോട്ടിസ്റ്റിനെ കണ്ടാൽ കുറച്ചുകൂടെ ബോധ്യമാവും. വേണ്ട സർ, എനിക്ക് ബോധ്യായി. പക്ഷേ ആ കുഞ്ഞെന്താ സർ ഒന്ന് കരയ പോലും ചെയ്യാത്ത? ആ കുഞ്ഞിന് അത്തരം ഓർമ്മകളോ മാനസിക ഭയങ്ങളോ ഒന്നും വിരിയാറായിട്ടില്ല. അതുകൊണ്ടാണ് യാതൊരു കൂസലും കൂടാതെ മുറിക്കകത്തിരുന്നത്. ഭയം നമ്മുടെയൊക്കെ ഉള്ളിലാണ്, പുറത്തല്ല. ഈ ഭയം എങ്ങനെ ഇല്ലാതാക്കും? ഭയത്തെ മനസ്സിലാക്കണം, നിരീക്ഷിക്കണം. ഭയത്തിൽ നിന്നൊരിക്കലും ഒളിച്ചോടരുത്. അനുസരിക്കുകയും വരും. ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒബ്സർവ് ഇറ്റ്.